നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വില പിടിച്ച ഉപദേശങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് 2025 വർഷം പുതുവർഷം വൃശ്ചിക കൂറുകാരുടെ ഫലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. വൃശ്ചികക്കൂറെന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം തൃക്കേട്ട, ഈ 2.25 നക്ഷത്രം ചേർന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മെയ് മാസം വരെ വളരെ നല്ലതാണ്, പേടിക്കേണ്ട. പക്ഷേ കൂറുകാർ പൊതുവെ അധ്വാനിയും പരിശ്രമികളും, അവർക്ക് നടക്കാത്ത കാര്യങ്ങൾ അവർ നടത്തിയേ അടങ്ങൂ. കഠിനാധ്വാനവും സാഹസങ്ങളും കൊണ്ട് കാര്യ നേട്ടങ്ങൾ കിട്ടുന്നവരാണ്. പോലീസുകാരെ പോലെ, പട്ടാളക്കാരെ പോലെ, നിയമജ്ഞന്മാരെ പോലെയും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ തന്ത്രങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച് കാര്യസിദ്ധി കൈവരിക്കുന്നവരാണ്. ഇച്ചിരി ദേഷ്യവും വാശിയും അക്രമവും കൂടുതലാണ്. കാരണം ചൊവ്വയുടെ രാശിയാണ് ഈ വൃശ്ചികം. ചൊവ്വയുടെ രാശി ജനിക്കുന്നവർ ക്രൂരദൃക് തരുണമൂർത്തി ഉദാരകാഹ പൈത്തിക സുചബലഹ കൃശമദ്യഹ എന്നാണ്. ക്രൂരദൃക്കാണ് ഉഗ്രമായ നോട്ടം. ക്രൂരദൃക് സ്വന്തം ഇഷ്ട താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, ഉദാരമതികളും, ശത്രുക്കളെ വെറുതെ വിടാത്തവരും, അക്രമികളും. ശരിക്കും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും ആ ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങേര് പല അക്രമങ്ങളും ചിലപ്പോൾ കാണിക്കും. ഒരു ബാങ്ക് മാനേജരാണെങ്കിലും ചെക്ക് നടപടി ചെയ്യണമെങ്കിൽ ചെയ്തല്ലേ പറ്റും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ശത്രുവിനെയും കള്ളനെയും മറ്റുള്ളവരെയും പിടിച്ച് അവർക്ക് നിഷ്ക്രിയ നടപടികൾ നടപ്പാക്കാനല്ലേ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിലും അതിൽ ചില വിരോധികളും ശത്രുക്കളും കൂടി വരുന്ന സമയവും അധികാരികളുടെയും വിരോധികളുടെയും ഉപദ്രവങ്ങൾ നമ്മളെ തേടിയെത്തുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് ഈ കൊല്ലം ഇത് സൂക്ഷിക്കണം. ഈ വർഷം മെയ് മാസം വരെ നമുക്ക് വളരെ നല്ല ഘട്ടമാണ്. മെയ് മാസം വരെ വേഴഗ്രഹം 7 സഞ്ചരിക്കുന്ന സമയം വളരെ നല്ലതാണ്. ഗുരു ശുക്ര കേന്ദ്രകൈവ സുഖിതാഹസ്താതിരോ എത്ര മഹാരോഗിയായിട്ട് കിടക്കുന്ന ആളും സുഖിയായിട്ട് ഭവിക്കും എന്നാണ്. സുഖിക്കണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും ജോലിക്കും എല്ലാത്തിനും സന്തോഷമുള്ള ഒരാളല്ലേ സുഖിക്കണം എന്ന് പറയാൻ പറ്റും. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവർക്ക് സ്വസ്ഥതയില്ലാതെ മരിക്കുന്നവർ എത്ര പേരുണ്ട്, ആത്മഹത്യ ചെയ്യുന്നവർ എത്ര പേരുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനവും സന്തോഷമൊക്കെ കിട്ടി, മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടി നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന സമയമാണ് മെയ് മാസം വരെ. ഈശ്വരാനുഗ്രഹവും നല്ല തെളിഞ്ഞു നിൽക്കുന്ന സമയം. ദേവസ്ഥത്തെ അനുഗ്രഹം പൂർവ്വവും എന്നാണ്. വേറെ ഏഴ് നിൽക്കുമ്പോൾ ദേവന്മാരുടെ അനുകൂലവും അനുഗ്രഹമൊക്കെ കിട്ടുമെന്നാണ്. തുള്ളാത്ത ഒരാളും അമ്പലത്തിൽ പോയാൽ ദേവന്റെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഭക്തജനങ്ങൾക്ക് സിദ്ധി കിട്ടാനും മന്ത്രസിദ്ധി കിട്ടാനും ഗുരു കടാക്ഷം കിട്ടാനും ഒക്കെ യോഗം ഉള്ള ഒരു സമയമാണ് വേഴഗ്രഹം 7 നിൽക്കുമ്പോൾ. 7 നിൽക്കുമ്പോൾ സൗമ്യേ സപ്തമകേ വിവാഹഘടനം നഷ്ട അർത്ഥലാഭ സുദുർഭോഗവ്യാപ്തി സുഹൃതായി അനാദികസ്യാൽ ഫലോന്നാണ്. വിവാഹഘടന എന്ന് വെച്ചാൽ ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്നൊക്കെ പറയണവർക്കും നല്ല കുടുംബവും ജീവിതവും ഒക്കെ കിട്ടും, വിവാഹസൗഖ്യം കിട്ടും, നഷ്ടപ്പെട്ടു പോയ പൈസയും ഭാഗ്യങ്ങളും കിട്ടും. ഏത് പരീക്ഷയ്ക്ക് പോയാലും മത്സരത്തിന് പോയാലും ഉന്നത വിജയവും നല്ല അധികാരവും കിട്ടും. ജോലിയിലെ പ്രൊമോഷനും സാമ്പത്തിക നേട്ടങ്ങളും കിട്ടും. ബിസിനസ്, ഏജൻസി, കോൺട്രാക്ട് ഇതിലൊക്കെ മെയ് വരെ നിങ്ങൾക്ക് പൈസകളൊക്കെ കിട്ടും. അത് നല്ല സൗഭാഗ്യത്തോടു കൂടി വരും. വിദേശയാനോ എന്ന് വെച്ചാൽ വർഷങ്ങൾ കൊണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാനും വിസയടിച്ച് കിട്ടാനും വിദേശത്ത് പോയവർക്ക് ഗ്രീൻ കാർഡ്, സിറ്റിസൺഷിപ്പ്, PR ഇതൊക്കെ കിട്ടാനും പഠിക്കാനും ജീവിക്കാനും ഒക്കെ പോകുന്നവർക്ക് നല്ലത് കിട്ടാനും ഏത് രാജ്യത്ത് പോയാലും ആ രാജാവിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്
അനുകൂലം കിട്ടാനും ഒക്കെ യോഗമുണ്ട്. മെയ് മാസം കഴിയുമ്പോൾ നമുക്ക് വേഴൻ 8 വരും ഒരു വർഷത്തിൽ. അപ്പോഴാണ് 8ൻ്റെ പനി കിട്ടുന്നത്. വളരെ ദോഷമാണ് 8ൻ്റെ പനി, സൂക്ഷിച്ചോളണം. വേഴൻ 8 നിൽക്കുമ്പോൾ വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനം, മരണഭീതിമ്പ, വിത്തക്ഷയം തന്നെ നഷ്ടവും, പ്രവാസി നാടും വീടും വിട്ടുപോക്കും, രോഗങ്ങളും മരണഭയങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. വേഴൻ 8 നിൽക്കുമ്പോൾ നമുക്ക് മാത്രമല്ല, സന്താനാരിഷ്ടതകൾ, മക്കൾ പഠിക്കണില്ല, ജയിക്കണില്ല, പറഞ്ഞാൽ കേൾക്കണില്ല, അവരുടെ കല്യാണം നടക്കണില്ല, നടന്ന ബന്ധം വേണ്ടാന്ന് പറയുന്നു, ജോലി കിട്ടിയിട്ട് വേണ്ടാന്ന് പറയുന്നു, മക്കളെ കൊണ്ടൊരു സ്വസ്ഥതയില്ല, ശത്രുവിനെ കൊണ്ടൊരു സ്വസ്ഥതയില്ല, രോഗത്തെ കൊണ്ടൊരു സ്വസ്ഥതയില്ല, കടങ്ങൾ കൂടി വരണം, എല്ലാം കൂടെ എഴുതി വെച്ചെങ്കിലും കടം തീർക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സമയമാണ് വേഴൻ 8 നിൽക്കുമ്പോൾ. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഒരു പുണ്യവും കിട്ടിയില്ലെന്ന് തോന്നും. ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരു എന്നാണ്. വേഴൻ എന്ന് പറയുന്ന ഗ്രഹമാണ് നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത്. അപ്പം ആലോചിക്കാതെ ചിന്തിക്കാതെ പല കുരുക്കിലും എടുത്ത് ചാടി പൂപ്പാട് വരുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യവും 2 തവണയല്ല 3 തവണ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നു. പുത്രരും സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമം, ചിലവർക്ക് മക്കളുണ്ടാകാൻ തടസ്സം, ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്ത് നോക്കിയാൽ കൊച്ചുങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല, വളർച്ചയില്ല, എടുത്ത് കളയണമെന്നൊക്കെ പറയും. നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കുഴപ്പമൊന്നുമില്ലാതെ മക്കളെയൊക്കെ രക്ഷപ്പെട്ട് കിട്ടും. ദേഹമർത്ഥം സ്നേഹം കിട്ടും, ദേഹം കിട്ടും, അർത്ഥം പൈസ കിട്ടും. ഗുരുത്വം എന്ന് പറയുമ്പോൾ നമുക്ക് വേഴൻ 8 നിൽക്കുമ്പോൾ പൈസയൊക്കെ കിട്ടിയാലും അത്ഭുതമായി നഷ്ടപ്പെട്ടു. ഗുരു, ബന്ധുക്കൾ, മാതാപിതാ, ഗുരു, ദൈവമൊക്കെ നിങ്ങൾക്ക് സഹായിക്കാമെന്നാൽ നിങ്ങളെ സഹായം വേണ്ട, നിങ്ങളുടെ കാര്യം നോക്കാം, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരോട് തന്നെ കലഹം വന്ന് ഈ വേഴൻ 8 നിൽക്കുമ്പോൾ ജീവേ ബ്രാഹ്മണ ശാപശ ദേവാനാമവികോപനം, അങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചു പോയിട്ടുള്ളവരുടെയും ദേവന്മാരുടെയൊക്കെ കോപം കിട്ടുമെന്നാണ് വേഴൻ 8 നിൽക്കുമ്പോൾ. ദേവന്മാരുടെ കോപം അമ്പലക്കാരൊക്കെ നോക്കിക്കൊണ്ടിരുന്നവർ അമ്പലത്തെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയും കമ്മിറ്റിന്ന് ചാടിമാറിപ്പോയും, കുടുംബക്കാരാണെങ്കിൽ എനിക്ക് ദൈവങ്ങളും പൈസയൊന്നും ഇല്ല വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞു. അങ്ങനെ ദേവന്മാരും അമ്പലവും ആശ്രമവും ദൈവികമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർ അതിൽ നിന്നൊക്കെ വിട്ടുപോകാൻ തോന്നും. അപ്പോൾ ദൈവങ്ങളുടെ പ്രീതി, ഗുരുക്കന്മാരുടെ പ്രീതിയും സ്വാമിമാരുടെയും ഗുരുക്കന്മാരുടെയും പ്രീതിയൊക്കെ കുറഞ്ഞ് അവരുടെ ശാപവും കൂടെ കിട്ടിയ വലിയ ശാപ ദുരിതങ്ങളായിട്ട് ജീവിതം തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അമ്പലങ്ങളിലും ആശ്രമങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവർ പോകണം. മതപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യണം. വേഴത്തിന് നമുക്ക് സുദർശന പൂജ, ഭാഗ്യസൂക്തം, ദേവീ നിഷേവ, ഗണനാഥ ഹോമ, ഭാഗ്യൈക്യമത്യപ്രദസൂക്ത ജപാഹ, ആവന്നിവർത്തൈഃ ധനദാനവൃത്തൈഃ ദ്രവ്യാഭിഷേകാദികമത്വശുദ്ധൈഃ. അങ്ങനെ നമുക്ക് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജപം, ഭാഗ്യസൂക്ത ജപം, ഐക്യമത്യ സൂക്ത ജപം ഇതൊക്കെ ജപിക്കണം. പാവത്തുക്കൊക്കെ നിവർത്തി വരും, ധനവും ധാന്യവും അഭിവൃദ്ധിയും വരും. ദ്രവ്യാഭിഷേകാധികം, ദ്രവ്യം, പഞ്ചഗവ്യശുദ്ധി, പുണ്യാകശുദ്ധി ഇതൊക്കെ വീട്ടിലും ചെയ്യും. കാരണം വീട്ടിലെ മൂദേവി മാറുന്നതിന് വേണ്ടി. അമ്പലത്തിലാണ് ഇതൊക്കെ ചെയ്യണമെങ്കിലും പണ്ട് മാസത്തിലൊരിക്കൽ വീട്ടിലെത്തി പുണ്യാകം വാങ്ങിക്കൊണ്ട് വന്നെങ്കിലും തിളച്ച് വീട്ടിലെ മൂദേവിയൊക്കെ മാറ്റും. എന്നിട്ട് നമുക്ക് നല്ല കുമിഞ്ഞാനൊക്കെ പുക വെച്ച് പുകയൊക്കെ കാണിച്ച് മൂദേവിയൊക്കെ അടിച്ചിറക്കുന്ന പരിപാടിയുണ്ട്. വൈകുന്നേരം വീടുകളിൽ നെരിപ്പോട് വെച്ച് പുക കാണിക്കുന്ന ഏർപ്പാടുണ്ട്. പുക ശ്വസിച്ച രോഗം വന്ന് നമ്മൾ മരിച്ചു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മളെ റോഡും സ്ഥലങ്ങളും ഒക്കെ നല്ല വൃത്തിയാക്കിയിട്ട് പുക അടിക്കണ വണ്ടി ഇങ്ങോട്ട് വന്ന് പുകയടിച്ച് അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്നത് പതിവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന തടസ്സങ്ങളും വിനകളും കുരുക്കുകളും മാറിക്കിട്ടുന്നതിന് വേണ്ടി ഉള്ള പദ്ധതികൾ നമ്മൾ ചെയ്ത് ദോഷത്തെ മാറ്റാനുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. ചെയ്യുമ്പോൾ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറും. അങ്ങനെ നമുക്ക് വിനകളിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പം ശനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പം 4 നിൽക്കുകയാണ് മാർച്ച് മാസം വരെ. 4 നിൽക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ശശയോഗം എന്ന് പറയുന്ന ഒരു രാജയോഗം സപ്പോർട്ട് ചെയ്യും.
വീട് വെപ്പിനൊക്കെ തടസ്സമുണ്ട്, വസ്തു വാങ്ങിക്കാൻ തടസ്സം, വസ്തു വിൽക്കാൻ തടസ്സമൊക്കെ ഉണ്ടാകും. പക്ഷെ എങ്കിലും ശനി 4 നിൽക്കുന്ന നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കണ്ടക ശനി എന്ന് പറയുന്നത് കുഴപ്പമല്ലേ ജ്യോത്സ്യരേന്ന് ജ്യോതിഷം അറിയാമെന്നുള്ളവർ ചോദിക്കും. പക്ഷെ എങ്കിലും നമുക്ക് വലിയ കുഴപ്പം ചെയ്യില്ല. ശശിയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ശശിയോഗം എന്ന് പറഞ്ഞാൽ സസ്താ സർവജനീഷു കൃത്യബലവാൻ ഗ്രാമാധിപോ വാ നൃപോദാത കുടുംബശ്രിയാഹ ഉത്കൃഷ്ടഗുണോ ധനീശ്രുതവധു ഭാഗ്യാനിതോ വർദ്ധിതോ നാമ സജ്ജന ബഹുമാനം. കൃത്യന്മാരെന്ന് വെച്ചാൽ തൊഴിലാളികളെ വെച്ച് പോലും പ്രവർത്തിക്കുന്ന ജോലികളുള്ളവർ, ബിസിനസ്സുള്ളവർ, അല്ലെങ്കിൽ നമുക്ക് തൊഴിലാളി, മുതലാളി ഇവരുടെയൊക്കെ പ്രീതി. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെയുള്ള എല്ലാവരുടെയും പ്രീതി, സഹായം ഇതൊക്കെ കിട്ടും. അതേപോലെ കുടുംബശ്രീ, കുടുംബത്തിന് ഐശ്വര്യം, ഉത്കൃഷ്ടമായ ഗുണങ്ങളും ധനലാഭങ്ങളും, ശ്രുതവധു സന്താനം, ഭാര്യാഭർത്തൃ ദാമ്പത്യമൊക്കെ കിട്ടുമെന്നാണ് ശശിയോഗത്തിൻ്റെ ഫലം. ഈ ശനി മാർച്ച് മാസം കഴിയുമ്പോൾ 5ലേക്ക് അങ്ങ് വരും. 5 വരുമ്പോൾ കണ്ടക ശനി, ഏഴണ്ട ശനി പോലുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഞ്ചമ സംസ്ഥക പാപക പുത്രവിനാശം കരോതി ബലഹീനാണ്. അപ്പോൾ 5ലെ ശനി സന്താനങ്ങൾക്ക് ആപത്ത്, അപകടം, ദോഷങ്ങൾ വരുത്തുന്നതാണ്. 8ലെ വേഴനും ഈ ഗ്രഹപ്പഴ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5ലെ ശനിക്ക് പരിഹാരങ്ങളും പൂജകളും ചെയ്ത് സന്താന ഗോപാല പൂർത്തി പൂജ, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ മാറി നല്ലത് വരാനുള്ള അവസരം നമുക്കുണ്ടാകും. ദോഷങ്ങൾ മാറാൻ മൊത്തത്തിൽ നമുക്ക് വേഴയൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുഞ്ജോമവും ഐശ്വര്യ പൂജയും ശത്രുസംഹാര പൂജയൊക്കെ ചെയ്യുമ്പോൾ വിനകളും ദോഷങ്ങളും ദുരന്തങ്ങളും നമുക്ക് മാറി നല്ലത് വരും. തടസ്സങ്ങൾ മാറാൻ നിങ്ങളും കൂടി അമ്പലത്തിലൊക്കെ പോയി ദൈവങ്ങളെയൊക്കെ ഭജിക്കണം. മെയ് മാസം കഴിയുമ്പോഴാണ് നമുക്ക് ഇത്തിരി കൂടുതൽ കുരുക്കും വലിയ കുഴപ്പങ്ങളും വിഷമങ്ങളും വരുന്നത്. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റൂ. ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ ശാസ്താവിനെ, ഹനുമാൻ സ്വാമിയൊക്കെ ഭജിക്കണം. പിന്നെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം, പൂജ, വഴിപാട് ഇതൊക്കെ നടത്തുന്നത് നല്ലതാണ്. കാരണം ശിവൻ്റെ സർവശക്തി സ്വരൂപങ്ങളും അടങ്ങിയിരിക്കുന്ന ചൈതന്യമാണ് കാലഭൈരവ സ്വാമിക്ക് ഉള്ളത്. കാരണം ശിവൻ്റെ സഹസ്രനാമത്തിൽ പറയുന്ന 1000 നാമങ്ങളുള്ള ഭാവങ്ങളും അഷ്ടഭൈരവന്മാരുടെ ചൈതന്യങ്ങളും 64 കലകളും ഒന്നിച്ചു യോജിച്ച് നിൽക്കുന്ന ചൈതന്യമാണ് ഈ കാലഭൈരവ സ്വാമിയുടെ പ്രതിഷ്ഠാവിധാനത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ആ പ്രതിഷ്ഠാ സങ്കല്പങ്ങളിൽ കലശങ്ങൾ എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജയും, 10 മണിക്ക് മൃത്യുഞ്ജോമവും, 4 മണിക്ക് യമരാജ പൂജയും, 5 മണിക്ക് ഭദ്രകാളി പൂജയും, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകാദികളൊക്കെ ഉണ്ട്. പാല്, തൈര്, വെണ്ണ അതേപോലുള്ള വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെയാണ്. പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ദീപാരതി, ആരതി ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ കണ്ടു തൊഴുവാൻ പറ്റുന്നതിന് വേണ്ടി നിങ്ങൾ നേരിട്ട് വരണം. ഇങ്ങനെ അല്ലാത്ത പക്ഷം നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാലും വഴിപാടുകളോ പൂജകളോ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2025 വർഷം ആദ്യഘട്ടം നല്ലതാണെങ്കിലും അവസാന ഘട്ടം ദോഷമായതും ശരി, പൂജകളും ജപങ്ങളും ഭക്തി പുരസ്സരവും സ്നേഹ പുരസ്സരവും ഉള്ള ആ ജീവിത ശൈലികളും കണക്കാക്കി മക്കളുടെ ഇഷ്ടത്തിനും കൂടി ജീവിച്ച് അവരെ വിഷമിപ്പിക്കാതെ അവർക്ക് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കണമെങ്കിലും അത് നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിച്ച് അവരെ സ്നേഹിച്ച് സഹകരിച്ചും പ്രവർത്തിച്ച സർവ്വദോഷങ്ങളും മാറി നമുക്ക് എല്ലാവിധ ഐശ്വര്യപ്രവൃത്തികളും തീർച്ചയായിട്ടും കിട്ടും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.